എന്തിനാടോ വാസവ രാജിവെച്ച് പോടോ? ദേവസ്വത്തിന്റെ മന്ത്രിയാണത്രേ. ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടോ വാസവ? ദേവസ്വത്തിന്റെ മന്ത്രി എന്ന് പറഞ്ഞാണ്ട് ഞെളിഞ്ഞു നടക്കാൻ നീയൊക്കെ എന്നൊക്കെ രാജിവെച്ച് പോകണം? എന്നോ രാജിവെച്ച് പോണ്ടേ താൻ? നിന്നെയൊക്കെ വിശ്വസിച്ചിട്ടല്ലടോ ശബരിമല നിന്റെ വകുപ്പില് ഏൽപ്പിച്ചെന്നത്. എന്നിട്ട് കട്ടുമുടിക്കുക അല്ലേ? ശബരിമല മൊത്തം കട്ടുപിടിച്ചു. അയ്യപ്പനെ തന്നെയെങ്കിലും അവിടെ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് ഭക്തന്മാര് ആകുലത പ്രകടിപ്പിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം, അതിന്റെ പേരിലാണ് കോടികൾ കട്ടുപിടിക്കുന്നത്. കട്ടിട്ടും മതിയാവുന്നില്ലടോ. എന്നിട്ട് പറയണ നിയമസഭയിൽ കള്ളത്തരം പറയാ. ഇവരൊക്കെ ചൂലെടുത്തടിച്ചോടിക്കണ്ടേ ഇമാതിരി മന്ത്രിമാരെ? എന്നിട്ടാണ് ഇവൻ ഇളിച്ചു നിൽക്കുന്നത്. അത് ബോർഡ് ഞാൻ പറയുന്നില്ല, പറയിപ്പിക്കരുത് വാസവ, പറയിപ്പിക്കരുതോ കേട്ടോ. നിന്നെയൊക്കെ ഇവിടെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് പാലിക്കേണ്ട ഒരു മിനിമം ഉത്തരവാദിത്വമുണ്ട്. അത് പാലിക്കാൻ 7.1 കോടിയിൽ എത്ര കോടി ആരുടെയൊക്കെ അണ്ണാക്ക് പോയി? അതാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതന്വേഷിക്കുമ്പോൾ ആരൊക്കെ ജയിലിലേക്ക് പോകും? വാസവൻ പോകും, പിന്നെ കാരണഭൂതം പോകുമോ? അടിമക്കമ്മികളെ നിങ്ങൾ പറ. എന്തായാലും 7.1 കോടി ആരൊക്കെയോ പുട്ടടിച്ചിട്ടുണ്ടല്ലേ? 150 കട്ടിൽ 150 കിടക്കും കട്ടിലും. ഒരു ദിവസത്തെ സമ്മേളനമാണ്, ഒരു ദിവസത്തെ ആഗോള മഹാസമ്മേളനം. 4-5 ദിവസമൊന്നും ഇല്ല കേട്ടോ. ഒറ്റ ദിവസത്തെ സമ്മേളനത്തിന് 150 കിടക്കാ കട്ടിൽ. ഇപ്പൊ നോക്കിയപ്പോ അതില് 50 കാണാനില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പള്ളി ഉറങ്ങാൻ 1.25 ലക്ഷത്തിന്റെ കട്ടിൽ, മുഖ്യമന്ത്രിക്ക് കാല് വെക്കാൻ ഒരു 55,000 മറ്റേ എന്താ പറയാ പരവതാനി, പിന്നെ സോഫ, മറ്റേ അതെല്ലാം പാടെ 3.25 ലക്ഷം എന്ന് പറഞ്ഞ ഒരു 4 ലക്ഷത്തിന്റെ അടുത്ത് പിണറായി തമ്പുരാന്. എന്നിട്ട് പറയുക അതൊന്നും പിണറായി തമ്പുരാനല്ല, അത് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഏട്ടോ ഗസ്റ്റ് ഹൗസ് മോടി കൂട്ടണമെങ്കിൽ അതിന് വേറെ ഫണ്ട് ഉണ്ടോ? അത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ടല്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫണ്ട് കഴിഞ്ഞ ദിവസമായി നമ്മുടെ അനിൽകുമാറൊക്കെ വന്നിങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. അരുണല്ലേ, എന്താ പറയുക, അരുൺകുമാർ അങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഗസ്റ്റ് ഹൗസിലേക്ക് ഞങ്ങൾ വാങ്ങിയതാണ്. ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ വരും? ഗസ്റ്റ് ഹൗസില് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വരും, പിന്നെ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ വരും. അങ്ങനെ എത്ര വലിയ ആൾക്കാരാണ് അതിനുവേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അതിൽ ഇതുവരെ കിടന്നൊരൊറ്റ ആളേ ഉള്ളൂ. അതാണ് കാരണഭൂതം. അപ്പൊ പറഞ്ഞൂടെ കാരണഭൂതത്തിന് 1.25 കോടിയുടെ കാർ എന്ന് പറയാൻ ചലിപ്പില്ലാത്തവർക്ക്, കാരണഭൂതത്തിന് പ്രതിമാസം 1 കോടി വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ ആ കണ്ടത്തിൽ, തായ്ക്കണ്ടി തറവാട്ടിന്റെ കണ്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടു എന്ന് പറയാൻ ചെളിപ്പില്ലാത്തവർ അല്ലേ? അടിയന്തര ഒരാവശ്യത്തിനും ഉപകരിക്കാത്ത ഹെലികോപ്റ്റർ കുളൂസ് കാണിക്കാൻ കണ്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടിരിക്കുകയാണ് കാരണഭൂതം. വീണ്ടും ഇമ്മാതിരി തെമ്മാടിത്ത ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാരണഭൂതത്തെ നമ്മൾ കൊണ്ടുവരണോ? നിങ്ങൾ പറ. 3ാം വട്ടവും കൊണ്ടുവരണോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. 3ാം വട്ടം കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഇനി അവിടെ കൊള്ളയടിക്കാനുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹം. അതിവരെ അടിച്ചു കൊണ്ടുപോകോ? ഒരു തരത്തിലുള്ള സംശയം വേണ്ട. 3ാം തവണ വന്നാൽ ഇവർ അയ്യപ്പ വിഗ്രഹം അടിച്ചു കൊണ്ടുപോകും. ആ കുന്നും മലകളും വരെ അടിച്ചു കൊണ്ടുപോകും. കേരളത്തെ മൊത്തം ഇവർ വിൽക്കും. അതാണ് കാരണഭൂതമേൻ ടീം, ഗുണ്ടാ ടീം. അവർക്ക് ഇപ്പൊ ആരുണ്ട്? SFI ഗുണ്ടകൾ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു പോലീസുകാരൻ ഈ പറഞ്ഞ, അല്ലെങ്കിൽ പോലീസുകാരൻ ലാത്തി ചാർജ് നടത്തി. ശരി തന്നെ, പോലീസുകാരൻ ലാത്തി ചാർജ് നടത്തിയത് പോലീസുകാരൻ മാത്രം വിചാരിച്ചിട്ടല്ല. അതൊരു സേനയുടെ ഭാഗമാണ്, അത് സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാരിന്റെ നിയോഗമനുസരിച്ച്, സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ലാത്തി ചാർജ് നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നാലെ ചെന്ന് മാളിൽ പോകുമ്പോൾ, കുടുംബസമേതം പോകുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പോയി കണ്ട് കൈകാര്യം ചെയ്യുന്ന SFI ഗുണ്ടകൾ അല്ലേ? എല്ലാ ക്രമസമാധാനങ്ങളും തകർന്നു കഴിഞ്ഞ ഏറ്റവും അരക്ഷിതമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ശാന്തിയും സമാധാനവും. സ്ത്രീകൾക്ക് രക്ഷയുണ്ടോ? 14 ദിവസമാണ് ഒരു സ്ത്രീ ഇടതുപക്ഷക്കാരൻ പീഡിപ്പിച്ചപ്പോൾ അല്ലേ? PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ മുൻ MLA, ആഷിയാക്സി ജോസഫ് എന്ന് പറയുന്ന ഒരു നവാഗത സംവിധായകയെ പീഡിപ്പിച്ചപ്പോൾ ആ സംവിധായിക പിണറായി വിജയന് കത്തെഴുതിയപ്പോൾ 5-6 കത്തെഴുതി, ഒരു മറുപടിയുമില്ല. ഇമെയിൽ അയച്ചു, സങ്കടം പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, പരാതി കൊടുത്തു. 14 ദിവസത്തേക്ക് മിണ്ടാട്ടമില്ല. വീണ്ടും ഇവർ പറയുന്നു
അവസാനം ഈ വാർത്ത പത്രങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഒരു FIR ഇട്ടത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയില്ല, സഖാക്കന്മാർക്ക് ആരെയും ബലാത്സംഗം ചെയ്യാം, സഖാക്കന്മാർക്ക് ആരെയും ബലാത്സംഗം ചെയ്യാം, സഖാക്കന്മാർക്ക് ആരെയും കൊല്ലാം, കൊലവിളിക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ജയിലില് സുഖവാസം, അവിടെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, ഏറ്റവും മികച്ച ശമ്പളം, ഏറ്റവും ഉയർന്ന ശമ്പളം. എന്തിന്? നിങ്ങൾ ആരുടെ കൂടെയാണ് പിണറായി? പറയടോ, ആരുടെ കൂടെയാ? ജനങ്ങളുടെ കൂടെയോ, കൊള്ളക്കാരുടെ കൂടെയോ, അഴിമതിക്കാരുടെ കൂടെയോ, ഗുണ്ടകളുടെ കൂടെയോ, അതോ കൊലപാതകികളുടെ കൂടെയോ? ഉത്തരം പറയടോ, ഉത്തരം പറ. എന്നിട്ട് മതി. മൂന്നാം വട്ടം വട്ടപൂജ്യമാണ് നിങ്ങൾക്ക് കേരള ജനത സമ്മാനിക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ വിദഗ്ധമായി നടത്താമെന്ന് കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അന്തംഗമ്മികളെ കയ്യടിക്കടാ അന്തംഗമ്മികളെ. നിങ്ങളെ ഇരട്ടച്ചങ്കൻ അല്ലേ? നമ്പർ വൺ. എന്തിനാ നമ്പർ 1 അറിയോ? കട്ടുമുടിക്കുന്നതിൽ നമ്പർ 1 അല്ലേ? അതാണ് മലയാള മനോരമയുടെ ഈ സ്റ്റോറി. മലയാള മനോരമ മാത്രമല്ല, എല്ലാ പത്രത്തിലും ഉണ്ട്, എല്ലാ പത്രത്തിലും ഉണ്ട് കേട്ടോ, നിങ്ങളുടെ പത്രം ഒഴികെ. അതായത് സർക്കാർ വാദം പൊളിയുന്നു, ഊരാക്കുടുക്ക്, യഥാർത്ഥ ചെലവ് എത്ര, തമ്മിൽ ചേരാതെ 3 കണക്കുകൾ, മൂന്ന് തരത്തിലുള്ള കണക്കുകളാണ്. അതായത് ഊരാളുങ്കലിന്റെ GST ഇൻവോയ്സിൽ പറയുന്നത് എത്രയാണോ അറിയോ? 7.11 കോടി. ഊരാളുങ്കലിനാണല്ലോ ഇവരെ എല്ലാ പരിപാടിയാണ് ഏൽപ്പിച്ചത്. ഊരാളുങ്കലാണ് പിന്നെ സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് പരിപാടികളൊക്കെ നടത്തിയത്. അവര് സമർപ്പിച്ച GST ഇൻവോയ്സിൽ വെറുതെ കർണാസിന്റെ കഷ്ടത്തിൽ എഴുതി കൊടുത്തല്ല കേട്ടോ, ഇവര് സമർപ്പിച്ച GST ഇൻവോയ്സിൽ എത്രയാണ്? 7.11 കോടി. ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്ക് 6.32 കോടി. ഓഡിറ്റ് റിപ്പോർട്ടിൽ 6.32 കോടി. ദേവസ്വം കമ്മീഷണറുടെ കണക്ക് 4.5 കോടി. ഇതിലിപ്പോ ഏതാ വിശ്വസിക്കേണ്ടത്? അന്തംഗമ്മികളെ നിങ്ങൾ പറയടോ, ഇതിൽ ഏതാപ്പോ വിശ്വസിക്കേണ്ടത്? ഊരാളുങ്കൽ പറയുന്നത് തെറ്റാണോ? ഊരാളുങ്കൽ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പറയോ? ഇല്ലല്ലോ. ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്ക് അത് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറയോ? അതവിടെ കൊടുത്തു കഴിഞ്ഞു. അത് നിങ്ങളെ ബോർഡ് പരിശോധിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പം പറയുന്നത് ഞങ്ങൾ പരിശോധിക്കാൻ സമയം കിട്ടിയില്ല. കാരണം 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെ പരിശോധിക്കാൻ? ഈ അയ്യപ്പ സംഗമം നടന്ന എന്നാ അയ്യപ്പ സംഗമം നടന്നത്? കഴിഞ്ഞ ആഴ്ചയാണോ? ആഗോള അയ്യപ്പ സംഗമം നടന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നോ? ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നതാണ്. 4.5 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണക്കൊന്ന് കൂട്ടി നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ എമ്മാരിക്കള്ളന്മാരാടോ. ഈ കക്കുന്നതിന് എന്താ പറയാ, കക്കുന്നതിന് ഒരു മാനം മര്യാദ ഇങ്ങനെ കക്കാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ വിചാരിക്കുക ഈ ശബരിമല ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവില് മൊത്തം, അതായത് ദ്വാരപാലക വിഗ്രഹങ്ങൾ മൊത്തം അടിച്ചുകൊണ്ടുപോയ ആൾക്കാർക്ക് ആഗോള അയ്യപ്പ സംഗമത്തില് അന്തം വിട്ടുപോകുന്ന കണക്കുകൾ അല്ലേ? അതാണ് ഇപ്പൊ പറയുന്നത്. ഗസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്ക് 6.32 കോടി, ദേവസ്വം കമ്മീഷണർ കണക്ക് 4.5 കോടി. ഇനി മന്ത്രി തുക പറയുന്നില്ല. തുക പറയാതെ മന്ത്രി ഒരു ബോക്സ് ഉണ്ട്. അതായത് അയ്യപ്പ സംഗമത്തിന് 4 മാസത്തിന് ശേഷം ജനുവരി 28-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിയമസഭയിൽ മന്ത്രി VN വാസവൻ നൽകിയത് തന്ത്രപരമായ മറുപടി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിയമസഭയിൽ വാസവൻ മന്ത്രി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. പക്ഷെ ദേവസ്വം ബോർഡിനെ കുറിച്ചൊന്നും ചോദിക്കരുത്. ദേവസ്വം ബോർഡിനെ കുറിച്ചൊന്നും ചോദിക്കരുത്. ദേവസ്വം ബോർഡിന്റെ മന്ത്രിയൊക്കെയാണ്, പക്ഷെ ബോർഡിനെ കുറിച്ചൊന്നും ചോദിക്കരുത്. ഞങ്ങൾ അവിടെ പോയി നിൽക്കും, ഞങ്ങള് ശബരിമല നടയിൽ പോയി നിൽക്കും, കുന്തം നാട്ടിയ പോലെ നിൽക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അവിടുത്തെ കള്ളത്തരൊന്നും ഞങ്ങളോട് ചോദിക്കരുതേ. പിന്നെ എന്തിനാടോ മന്ത്രി? എന്തിനാടോ വാസവ രാജിവെച്ച് പോടോ? ദേവസ്വത്തിന്റെ മന്ത്രിയാണത്രേ. ഉളുപ്പുണ്ടോ വാസവ? ദേവസ്വത്തിന്റെ മന്ത്രി എന്ന് പറഞ്ഞാണ്ട് ഞെളിഞ്ഞു നടക്കാൻ നീയൊക്കെ എന്നൊക്കെ രാജിവെച്ച് പോകണം? എന്നോ രാജിവെച്ച് പോണ്ടേ താൻ? നിന്നെയൊക്കെ വിശ്വസിച്ചിട്ടല്ലടോ ശബരിമല നിന്റെ വകുപ്പില് ഏൽപ്പിച്ചെന്നത്. എന്നിട്ട് കട്ടുമുടിക്കുക അല്ലെ? ശബരിമല മൊത്തം കട്ടുപിടിച്ചു. അയ്യപ്പനെ തന്നെയെങ്കിലും അവിടെ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് ഭക്തന്മാര് ആകുലത പ്രകടിപ്പിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം, അതിന്റെ പേരിലാണ് കോടികൾ കട്ടുപിടിക്കുന്നത്. കട്ടിട്ടും മതിയാവുന്നില്ലടോ. എന്നിട്ട് പറയണ
നിയമസഭയിൽ കള്ളത്തരം പറയാ, നിയമസഭയിൽ കള്ളത്തരം പറയാ. ഇവരൊക്കെ ചൂലെടുത്തടിച്ച് അല്ലെ, ചൂലെടുത്തടിച്ചോടിക്കണ്ടേ ഇമാതിരി മന്ത്രിമാരെ. എന്നിട്ടാണ് ഇവൻ ഇളിച്ചു നിൽക്കുന്നത്. അത് ബോർഡ് 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 ഞാൻ പറയുന്നില്ല, പറയിപ്പിക്കരുത് വാസവ, പറയിപ്പിക്കരുതോ കേട്ടോ. നിന്നെയൊക്കെ ഇവിടെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് പാലിക്കേണ്ട ഒരു മിനിമം ഉത്തരവാദിത്വമുണ്ട്, അത് പാലിക്കണം. ദേവസ്വം ബോർഡിൽ നിന്ന് എത്ര എടുത്തതെന്നറിയോ? ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് 5 കോടി. എത്ര തിരിച്ചടച്ചതെന്നറിയോ? 3 കോടി. ഇനി 2 കോടി അടയ്ക്കണം. എന്നിട്ടാ മൂപ്പര് പറഞ്ഞത് എടുത്തതൊക്കെ തിരിച്ചടച്ചതെന്ന്. ഈ എടുത്തതൊക്കെ തിരിച്ചടച്ചത്രേ. നിയമസഭയിലും കള്ളത്തരം പറയുന്ന കാട്ടു കള്ളൻ അല്ലേ? തന്നെയൊക്കെ പിന്നെ എങ്ങനെയാണോ വിശേഷിപ്പിക്കേണ്ടത്? എങ്ങനെയാ വിശേഷിപ്പിക്കേണ്ടത്? എന്തിനാ ഇങ്ങനെ മന്ത്രിമാരൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുത്തത്? എന്തിന്? നിങ്ങൾക്ക് കട്ടുമുടിക്കാനോ? കട്ടുപിടിച്ച് തിന്നാനോ? നക്കി തിന്നാനോ? ശബരിമല എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ക്ഷേത്രമല്ലേ? ആ ക്ഷേത്രത്തിന്റെ വിശുദ്ധി, ആ ക്ഷേത്രത്തിന്റെ പവിത്രത, അതൊക്കെ സംരക്ഷിക്കുന്നതിന് പകരം കട്ടുപിടിക്കുക, അവിടുത്തെ സ്വർണം മുഴുവൻ കട്ടുകൊണ്ടു പോകുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വക ഒരു ആഗോള അയ്യപ്പ സംഗമം. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളിതാ ഹിന്ദു വിശ്വാസികളുടെ കൂടെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം. അവസാനം ഒരു മനുഷ്യനും വന്നില്ല. 4120 ആൾക്കാർ വരും എന്ന് പറഞ്ഞു. അവസാനം വന്നത് 500 ആൾക്കാർ. എന്നിട്ടാണ് അവർക്ക് 5000 പേർക്ക് സദ്യ, 5000 പേർക്ക് കാപ്പി, 5000 പേർക്ക് പലഹാരം, 5000 പേർക്ക് രാത്രി മറ്റേ പറയിപ്പിക്കല്ല, എല്ലാവർക്കും മറ്റേ എന്താ പറയാ സമ്മാനങ്ങൾ. ഏഴ് പോയിന്റ് 1 കോടി. 7.11 കോടി. കാരണഭൂതമേ അയ്യപ്പന്റെ ഈ സമ്പത്തുണ്ടല്ലോ, 7.11 കോടി എന്ന് പറയുന്നത്, അത് ഇവിടത്തെ സാധാരണക്കാരായ ഭക്തന്മാര് കൊടുത്തതാടോ. അറിയോ? ഇവിടത്തല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ അയ്യപ്പ ഭക്തന്മാര് അയ്യപ്പന് കൊടുത്തതാണ്. അതെടുത്തിട്ടാണ് നിങ്ങൾ പുട്ടടിക്കുന്നത് അല്ലേ? പുട്ടടി വീരന്മാരെ. നമ്മളെ വീരപ്പനൊക്കെ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സാഷ്ടാംഗം നമിക്കും. വീരപ്പനൊക്കെ നിങ്ങളെ കണ്ടാലുണ്ടല്ലോ, വന്നും കണ്ടിങ്ങനെ സാഷ്ടാംഗം നമിക്കും. വീരപ്പൻ പോലും ഞെട്ടും നിങ്ങളുടെ ഈ കൊള്ള. പ്രധാന സ്പോൺസർമാർ ധനലക്ഷ്മി ബാങ്കും കേരള ബാങ്കും രണ്ടും സഖാക്കളുടെ പ്രസ്ഥാനങ്ങളാണ്. ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞാൽ അതായത് അയ്യപ്പന് കിട്ടുന്ന പണത്തില് എല്ലാരും പോക്കറ്റ് നിറച്ചിട്ട് എല്ലാരും കൊള്ള നടത്തിയിട്ട് അവസാനം കിട്ടുന്ന കുറച്ച് സാധനം കൊണ്ടുപോയി ഇടുന്ന ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. അതിന്റെ കോടികളുണ്ട്, അറിയാലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ മോഷ്ടിക്കുന്നു, മറ്റേ ഭാഗത്ത് നിന്ന് അതിന്റെ മേലുള്ള ആൾക്കാർ മോഷ്ടിക്കുന്നു, അതിന്റെ മേലെ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല, എവിടം വരെ എത്തുന്ന അറിയില്ല. ഇവരൊക്കെ മോഷ്ടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയാണ് ധനലക്ഷ്മി ബാങ്കിൽ ഇടുന്നത്. അവരാണ് ഇപ്പൊ സ്പോൺസർ. മറ്റൊന്ന് കേരള ബാങ്ക്, CPM-ന്റെ ബാങ്ക്. അതേ ഉള്ളൂ സ്പോൺസർമാര്. വേറെ ആരും സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടില്ല. എങ്ങനെ കൊടുക്കാൻ? കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമാരെങ്കിലും. ഇപ്പോൾ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്ന അദാനി ഗ്രൂപ്പ് അന്ന് പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറയുന്ന അദാനി ഗ്രൂപ്പ്, അദാനിനെ കണ്ട പിന്നെ വാസവന്റെ പാർട്ട്ണർ ആണല്ലോ അദാനിയെ കുറിച്ച് വാസവൻ അന്ന് വിഴിഞ്ഞത്ത് പറഞ്ഞത്, അദാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്ണർ, CPM-ന്റെ പാർട്ട്ണറാണ്. പക്ഷെ അല്ലാത്തവർക്ക് പറയാം അദാനി മോദിയും അദാനിയും ചേർന്നത് ഇന്ത്യയെ എന്താ പറയാ വിൽപ്പന ചരക്കാക്കും നോക്കിയാ പറയാ. പക്ഷെ അദാനി ഇവരുടെ കൂടെ കൂടുമ്പോൾ ഇവരുടെ പാർട്ട്ണറാണ്. നവകേരള സദസ്സിലും രാഷ്ട്രീയത്തിലും എന്നതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിലും കൃത്യമായ കണക്ക് പറയാനാവാതെ ഒളിച്ചുകളി തുടരുകയാണ് സർക്കാർ എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അപ്പോൾ കൃത്യമായ കണക്ക് സർക്കാർ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താകും. പക്ഷെ കോടതി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവിൽ പരിപാടിയുടെ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയത് സർക്കാർ വാദത്തിനും ഓഡിറ്റ് റിപ്പോർട്ടിനും വിരുദ്ധമായ കണക്കുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള സേവനത്തിന് നികുതി അടയ്ക്കുന്നതിനായി GST വകുപ്പിന് ഊരാളുങ്കൽ സെപ്റ്റംബറിൽ നൽകിയ ഇൻവോയ്സിൽ സംഗമത്തിന്റെ ചെലവ് GST അടക്കം 7.11 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത്. സംഗമത്തിന് ആകെ ചെലവായത് 6.32 കോടി രൂപയാണ് എന്നാണ് ഹൈക്കോടതിക്ക് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട്. ദേവസ്വം കമ്മീഷണർ നവംബർ 2 സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിലാവട്ടെ ചെലവ് കാണിച്ചിരിക്കുന്നത് GST കൂടാതെ 4.5 കോടി.
ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുകളുണ്ട് എന്ന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദം പൊളിക്കുന്നതാണ് ഊരാളുങ്കലിന്റെ കണക്ക്. അപ്പോൾ ഊരാളുങ്കലിന്റെ കണക്കാണ് കണക്ക്. കാരണം ഊരാളുങ്കലാണല്ലോ കാര്യങ്ങളൊക്കെ നടത്തിയത്. അവര് ജി എസ് ടിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, GST അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായ ഇൻവോയ്സ് നൽകി. അതാണ് 7.1 കോടി. അത് നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സർക്കാർ വാദം പൊളിയുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ വാദം പൊളിയുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായി. ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ദ്വാരപാലക വിഗ്രഹങ്ങളും സ്വർണപ്പാളിയും കട്ടിളപ്പാളിയും കതകും എല്ലാം അടിച്ചെടുത്ത ശേഷം CPMന്റെ തിരുട്ട് ഗുണ്ടകൾ, പിണറായി വിജയന്റെ അടിമ കമ്മികൾ, ഗുണ്ടകൾ, CPM ഗുണ്ടകൾ, അവര് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കണക്കുകള് അടിമുടി അല്ലേ, അടിമുടി തമാശയാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഇതിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇപ്പോൾ മലയാള മനോരമ പറയുന്നത് എത്രയാണ്? 7.11 കോടി. 7.11 കോടി ഒന്നല്ല, പല തരത്തിലുള്ള കണക്കുകൾ, പല എന്ന് പറഞ്ഞാൽ വെട്ടിപ്പിന്റെ എങ്ങനെ എന്താ പറയാ,